ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ചാനൽ. പുതിയിട്ട് എന്തെങ്കിലും ഗൈസ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഉണ്ടല്ലോ. വാ ഗൈസ്, മരുന്ന് എല്ലാം കളിക്കായിരിക്കും. ഈ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ ഇവിടെ ഫസ്റ്റ് പാലസ് തുടങ്ങും ഗൈസ്. ടച്ചിഫൈ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ പാക്കറ്റ് ഫുള്ളായി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് റിബൺ മസ്റ്റാണ്. ബണ്ണ് നമ്മൾ 100 ഒരു വർഷം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ തിന്നിട്ടില്ല. അത് 5 വാങ്ങിച്ചാണ് 100 ബണ്ണ്. അത് ചേർത്ത് തിന്നിട്ടില്ല കേട്ടോ. സോ ഗൈസ്, ഇപ്പോൾ റിബൺ വാങ്ങിച്ചിട്ട് റിബൺ തീരും. എല്ലാ വർഷവും റിബൺ എപ്പോഴും വാങ്ങും. ഓക്കെ, എത്ര അങ്ങനെ എത്ര രൂപയാണ് ഇതിന്. സോ പിന്നെ നമ്മൾ ഈ ബോക്സിൽ എന്താണെന്നല്ലേ, ക്യൂട്ടി ചെരുപ്പ്. ചെരുപ്പൊക്കെ വാങ്ങിച്ച് നോക്കുമ്പോൾ സബാഷ് ഇപ്പം തന്നെ കോമേഴ്സ് വീടാണ്. ചെരുപ്പ് നോക്കിയപ്പോൾ പച്ചക്കളർ ഞാൻ എടുത്തിക്കുന്നു. ഇത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എൻ്റെ ബാഗിൻ്റെ കളർ പച്ചയാണെന്ന്. പക്ഷേ എടുത്ത് വന്നിട്ട് നോക്കിയപ്പോഴാണ് ഈ പച്ച കളർ എനിക്കിത് ഇഷ്ടമാവുകയും ചെയ്തു. ഉമ്മക്കെല്ലാം ഇഷ്ടമാവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 8 ചെരുപ്പാണ് ഇടാറുള്ളത്. പക്ഷേ എൻ്റെ മാറും നീട്ടേക്കാണ് 8 ചെരുപ്പ് എടുക്കണ്ട, ഇങ്ങനത്തെ ചെരുപ്പ് എടുക്കും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ചെയ്യാൻ വന്നു. ഓക്കെ, ഈ ഒരു ചെരുപ്പ് അടിപൊളി ചെരുപ്പാണ്. ഇതെന്തത് എന്താണ് രണ്ടാമത്തേൻ്റെ കൈത്ത് വീണ ചെരുപ്പ്. കാൽപെട്ടാണ് കാണിച്ചു തരാം. കാണില്ലേ, താഴത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടോ, അടിപൊളി ചെരുപ്പ് തന്നെയാണ്. നല്ല കളറുമാണ് കേട്ടോ. ഓഫ് വൈറ്റാണ്, അങ്ങനൊരു ഓഫ് വൈറ്റ് കളറാണ്. സോ ഗൈസ്, പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് വരട്ടെ, ഇത് നോക്കുക. ഇത് ചെരുപ്പാണല്ലോ കൂടി കിട്ടും. പിന്നെ എല്ലാം ഒപ്പല്ലേ നമ്മൾ ഷോപ്പ് ചെയ്തിരിക്കുന്നത്, പല പല കടകളാണ്. ഓക്കെ, ബാഗ് കാണിച്ചിട്ടുണ്ട്. അത് ഷോർട്ട് കാണില്ല. ബാഗ് ഈ ഒരു കളറാണ്. ചെരുപ്പിൻ്റെ സെയിം കളറ്. 1 2 3 4 സിബുണ്ട്. 4 സിബ് വേണം എനിക്ക്. സോ നെക്സ്റ്റ് ബോക്സാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും മറ്റേ ബോക്സാണ് യൂസ് ചെയ്തത്. 5 മുതൽ 7 വരെ ഒറ്റ ബോക്സ് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ. പിന്നെ പെൻസിലും കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ 3 ബോക്സ് എടുത്തിരുന്നത്. ഒക്കെ ഞാൻ കാണിച്ചിട്ട് വെക്കുന്നുണ്ട് ഗൈസ്. ഇപ്രാവശ്യം ബ്ലാക്ക് എടുത്തു. 8ാം ക്ലാസ്സിൽ ബ്ലാക്ക്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ബ്ലാക്ക് തന്നെ. ഇതിൽ പെൻസില്, സ്കെച്ച്, ക്യാരറ്റും ബ്ലാക്ക് പെൻ അങ്ങനെ ഞാൻ എഴുതാറില്ല. പക്ഷെ ഇതിൽ മാത്രം നമുക്ക് വേണ്ടി എഴുതാറ്. അപ്പോൾ ഈ ഒരു ഇത് ഇനി ഒരു ഇൻസം ബോക്സ് ഇല്ല, പിന്നെ ജോമെട്രി ബോക്സ്. ഇൻസം ബോക്സ് വരും, ജോമെട്രി ബോക്സ്. ഓക്കെ, പിന്നൊക്കെ വന്നിട്ട് കൊണ്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. കൊട വാങ്ങിച്ചിട്ട് കൊട ഒന്നും ഇതിൻ്റെ ആവശ്യമാണ്. ഈ കൊട്ട് വാങ്ങാൻ നോക്കിയിട്ടില്ല. കൊട്ട് ആവശ്യമില്ല. ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. ചൊട്ടമുള്ള പേപ്പർ 1 2 3 4 5 6. ഇങ്ങനത്തെ പേപ്പർ ഒരു ബ്രൗൺ കളർ 3 ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തിലായിരുന്നു. അപ്പോൾ ഇത് വെറൈറ്റി ഓരോ വിഷയത്തിനും നോട്ടിനും ടെസ്റ്റിനും ഇങ്ങനെ ഇടാൻ പറഞ്ഞിട്ട് വെച്ചു. നെയിം സ്ലിപ്പ് കണ്ടോ. നെയിം സ്ലിപ്പ് ഇതിനെ കുറിച്ച് എനിക്ക് പറയണമെന്നില്ല. പിന്നെ അത്യാവശ്യമായി നോട്ട്ബുക്സ്, വരതാക്കളും ഇട്ടത് ഇങ്ങനെ വെച്ച് കാണിച്ചു കേട്ടോ. എടുത്ത് കാണിച്ചത് നല്ല വിട്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞതെല്ലാം വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ വീഡിയോ ചെയ്യാൻ ഞാനൊന്നും എടുത്തേക്കാം. ഇതാ പിന്നെ സംസാരിച്ചിട്ടാണ് എടുക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ സ്റ്റാപ്ലറിൻ്റെ ഒരു പിന്നു. ഇതൊക്കെ പിന്നെടുത്ത് കാണിച്ചാൽ ഇതിൻ്റെ കവറിൻ്റെ അവിടെ പോയി കവർ എടുത്തിട്ടില്ല. ലാസ്റ്റ് എടുത്തേക്കാം. നെക്സ്റ്റ് ബാഗിന് വന്നുകൊണ്ടിരിക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് വാട്ടർ ബോട്ടിൽ. ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിലാക്കി. ഇതിന് 200 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. 210 അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇതൊരു ഫിൽട്രേറ്റ് വരുന്നതാണ്. എനിക്കിതങ്ങനെ വെക്കേണ്ടത്, ഇതെങ്ങനെ വെക്കണ്ടല്ലോ എനിക്കറിയില്ല. അതുകൊണ്ട് ഇതെങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഫിൽട്രേറ്റ് ഇതാക്കി വരുന്നതാണ്. നല്ലൊരു കുപ്പിയുണ്ട്, എനിക്കിഷ്ടമായി. കണ്ടപ്പോൾ എനിക്കിഷ്ടമായി.
ഭംഗിയെന്ന് ചോദിച്ചാൽ ഭംഗിൻ്റെ ബ്ലാക്ക് കളറാണ്. ഇതൊരു പച്ച ബ്ലാക്ക് അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ പോലും അറിയാണ്ടാണ് ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഇങ്ങനെ ആയിപ്പോയി എന്തൊക്കെ. പക്ഷെ എന്താ വെച്ചിട്ട് എല്ലാം പച്ച ബ്ലാക്കൊന്നുമല്ല. അത് ഗസ് ഞാൻ സിപ്പർ ബോട്ടിലില്ലേ, അതാണ് കഴിഞ്ഞ വർഷം കൊണ്ട് ട്രെൻഡിങ് ആയിട്ട് നമ്പറൊക്കെ എഴുതിയിട്ട് ഇവിടെ ടൈമും നമ്പറും സമയം നോക്കി കുടിക്കില്ല, അതേപോലെയൊക്കെ തന്നെയായിരുന്നു കൊണ്ടുപോയത്. പക്ഷെ ഇപ്രാവശ്യം മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ മില്ല് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുപ്പിടാക്കട്ടെ. നെക്സ്റ്റ് ആണ് പൗച്ച്. ഇങ്ങനത്തെ പൗച്ചാണ് ഗൈസിൻ്റെ ജീവിതത്തിൽ ആദ്യം വെച്ചാൽ ഞാൻ പൗച്ച് കൊണ്ടാൻ പോകണം കേട്ടോ. പൗച്ച് ഗൈസ് ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ട്. പക്ഷെ അവളതിൽ ബോർഡറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എൻ്റെ അത്യാവശ്യം നല്ല സ്പേസ് ബോർഡർ ഉണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ അതേപോലെയാണ്. പക്ഷെ അവൾ വേറെ ക്ലാസ്സിലായി ടീച്ചറോട് ഇങ്ങനെ സംസാരിച്ച് ശരിയാക്കാൻ അവളുടെ അമ്മനോട് അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പാരൻറ്റ് പൗച്ചിന് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ബോക്സാണ് എപ്പോഴും കൊണ്ടുപോകും. സെൻറ്റിലൊരു വലിയൊരു ബോക്സ് കേട്ടോ. ഇത്ര മൂന്നൊരു ബോക്സ് അതും കൊണ്ടുപോകാനാണ് യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് നിർത്തിയിട്ടില്ല. എന്താക്കുന്ന അറിയോ, അടിപൊളി സാധനങ്ങളൊന്നും ഞാൻ പുറത്തേക്ക് വെക്കില്ല. ബാഗിൽ തന്നെ വെച്ചാൽ തുറന്നിട്ട് ഞാൻ കുട്ടികളെ നിറച്ച് വയ്ക്കും. തന്നിടി ഇന്നൊക്കെ നശിപ്പിക്കുന്ന കുട്ടികളാണ് ഗൈസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ഒരു പൗച്ച് എനിക്ക് ഈ ഒരു പൗച്ചിനെ എഴുതും സെലക്ട് ആക്കി. ഇത് നമ്മൾ ലക്ഷ്മി എന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഗൈസ്. ഉണ്ടായിരുന്നു താത്താക്ക്. അപ്പോൾ കയറി ഞാൻ അത് കുറച്ച് മുമ്പ് എനിക്കിത് ഇഷ്ടമായി. അപ്പം ഞാൻ വാങ്ങുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോപ്പ് ഇപ്പോഴാണ് അല്ല, അപ്പം ഇന്ന് പോയപ്പോൾ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ല പച്ചമയം തന്നെയായിരുന്നു ഈ സൂചി ഞാൻ വാങ്ങിച്ചിട്ട് സെറ്റ്. എനിക്കിഷ്ടമായി. ഉമ്മയുടെ മൈൻഡ് വെച്ച് വാങ്ങിച്ചു നോക്കി. ഇന്ന് എല്ലാം വാങ്ങിച്ചു അല്ല എന്തൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വേണോ അതൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ തന്നിട്ടുണ്ട്. പച്ചമയം ലൈറ്റ് പച്ച, അതിന് ഡാർക്ക് പച്ച, അതിന് പച്ചല്ലേ. പെൻസില് അല്ല പേന, റബ്ബർ, പെൻസില്, കട്ടർ, ഇത് സ്കെയിലൊക്കെ പച്ച. ഞാൻ ഈ സാധനം ഒരു പ്രാവശ്യം എനിക്ക് ഫുൾ പാസ് കിട്ടിയിട്ട് ഞങ്ങളൊക്കെ സെക്കൻഡ് ആണെന്നുണ്ടായിരുന്നു 6ാം ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. സയൻസിൽ നല്ല മാർക്കുണ്ട്. അപ്പോൾ 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കും വൈകിട്ട് അങ്ങനെ എന്തുകൊണ്ടാണ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് അത് ഞാൻ 7ാം ക്ലാസ്സിൽ യൂസ് ചെയ്തു. 7ാം ക്ലാസ്സിൽ യൂസ് എന്ന് പറഞ്ഞിട്ട് അത് മാത്രം യൂസ് ചെയ്യുന്നില്ല, അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് 7ാം ക്ലാസ്സിൽ ചെറുതായിട്ടൊന്നും കൊണ്ടുണ്ടായിരുന്നു റബ്ബർ. അപ്പം അത്രയ്ക്ക് എടുത്ത് വെച്ചിട്ടാണ് കീച്ചൻ. കൈസൻ്റെ വേറെ കിച്ചൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കോയിൻ പൗച്ച് മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കോയിൻ പൗച്ച് എനിക്ക് കാര്യമില്ല, എൻ്റെ തന്നെ ഇടുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ സ്പൈഡർമാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. എനിക്കത് മനസ്സിലായത് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഉമ്മയോട് പറഞ്ഞ് ഉമ്മ വാങ്ങിച്ചു തന്നു. ബാഗിൽ തൂക്കിയിട്ട് പോകാലോ. ചെക്കായിട്ട് മേടിച്ചു പല്ല മുഖ ഭാഗമുള്ള സ്പൈഡർമാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യമൊന്നും പറയാമായിരിക്കും വേറൊരു വീഡിയോ. ഈ സമയത്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മയുടെ നിത്ര മോളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടോ ഇതിൽ കൂടെ നോക്കുമ്പോൾ ഓരോന്ന് കാണും. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണിച്ചു കേട്ടോ, അന്ന് നോക്കിക്കോളൂ. കീച്ചനായിട്ട് നോക്കിടാം കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞ കൂടി എനിക്ക് പറ്റും. ലൈറ്റ് ഓണാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് പോയിട്ട് ഉണ്ട്, അതൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കത്തും. നമുക്ക് ഞാൻ ബാക്ക് ക്യാമറ കണ്ടോ ഗൈസ്. ഈ ഒരു ചെറിയ സാധനത്തിൽ നിന്നാണ് അതൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം, എനിക്ക് വാങ്ങിച്ചത് പോലെ. സെറ്റല്ലേ? ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനായി കാണാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടി ലൈറ്റ് ഇടാണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി എല്ലാത്തിനും കാണിക്കുന്നതൊക്കെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ എൻ്റെ പറഞ്ഞിട്ടാണ് ആ സാധനം പറഞ്ഞപ്പോൾ ഇത് വേണം ചോദിച്ചു. പറഞ്ഞു വേണം. അപ്പം ഇതെടുത്തു. പൗച്ച് വെച്ചാൽ പൗച്ച് ഞാൻ സത്യം പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ കൂടി ചിലപ്പോൾ കൊണ്ടുപോകുള്ളൂ കേട്ടോ. എനിക്കത് നശിപ്പിക്കാൻ അത്രയ്ക്കും താല്പര്യമില്ല. പൗച്ച് ക്യൂട്ടാക്കുന്നത് ഇവിടെ
എന്നിട്ട് ഇങ്ങനെ ഇൻ്റർവെല്ലിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഊറ്റി എടുത്തിട്ട് എൻ്റെ പോക്കറ്റിടും. അതൊക്കെ എൻ്റെ പരിപാടി. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇതുള്ളത്. പിന്നെ സ്കൂൾ ഷോപ്പിങ്ങിന് പോയി വാങ്ങിച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ സ്കൂൾ കേൾക്കും അങ്ങനെ ഇത് ഈ കാണിക്കുന്നതൊക്കെ സ്കൂളിൽ വെക്കുന്ന ഐറ്റംസാണ്. ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഗുരുവായൂരിൽ വാങ്ങാം കേട്ടോ ഗൈസ്. അടിപൊളി സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെന്ന് എൻ്റെ മാമയുടെ പോലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവനിട്ടു ഒരു ബ്ലാക്ക് കളർ. ഇതൊരു പുതിയ എൻ്റെ വന്നതാണ് കേട്ടോ. ന്യൂ എന്താ ഇത് ന്യൂ ആണ്. ഒരു 5-6 പറക്കെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ തന്നെയാണ് അല്ലാതെ. അപ്പോൾ ഞാൻ 3 ഉണ്ടായിരുന്നു. 3 വെറൈറ്റി എടുത്തു. പിന്നെ എൻ്റെ വലിയ ആട്ടയായിരുന്നു, അത് ഞാൻ എടുത്തില്ല. എൻ്റെ ഉമ്മക്കും ഇത് ഞാൻ എടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഒരു ഉമ്മക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ എത്ര ആളുകൾ എടുക്കുക ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഒരു കുറോമിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പുതിയതല്ല, ഇത് യൂസ് ചെയ്ത കുറച്ച് ഐറ്റംസാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഉണ്ടോ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ബാക്കി ഒരു യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇത് ന്യൂ ആയിട്ട് വന്നതാണ്. ന്യൂ കളക്ഷൻ ആയിട്ട് വന്നതാണ്. ഇനിയും ഉണ്ട് കേട്ടോ ഒരു 3 എണ്ണം. അതിന് ഇവിടെ തപ്പിപ്പിടിച്ച് നോക്കണം. ഒരു ബ്ലാക്ക് ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്, പിന്നെ 2 എണ്ണം ഉള്ളതാണ്. ഞാൻ വാങ്ങിച്ചുള്ളത് എനിക്കെൻ്റെ വാപ്പ വന്നിട്ട് അടിപൊളിയാണ്. ഗോൾഡ് കളർ ലൈറ്റ് ഇത് തിരഞ്ഞു പിടിച്ച് ചോദിച്ചാണ് ഒരു ഐറ്റം കൂടി ഉണ്ട്. സാധനം അത്രയ്ക്കും എനിക്കിഷ്ടമാണ്. എത്ര ഇഷ്ടം ഒരു കണക്കിന് ഇഷ്ടം ഗൈസ്. എൻ്റെ കസിൻസ് ഞാൻ പറയില്ലേ മാമയുടെ മോനും മാൻ്റെ മോനും കൂടി തന്ന ഗിഫ്റ്റ്സ് ആണ് ഗൈസ്. ഇത് ഒരു മാല തന്നിട്ടുണ്ട്. ഇതാ മോതിരം ഇതാ എല്ലാവർക്കും തന്നിട്ടുണ്ട്. നല്ലൊരു കുട്ടികളാണ്. ഞാൻ ബ്ലാക്ക് കണ്ടു കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കണ്ടുപിടിക്കണം, വേറെ കണ്ടുപിടിക്കണം. അപ്പോൾ 3 എണ്ണം ഉണ്ട് ടോട്ടൽ. പക്ഷേ ഓർമ്മ ഇവിടെ വെച്ചിട്ട് ഓർമ്മ അതാ ഈ ഒരു ഇത് കണ്ടോ. അങ്ങനെ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞത് ഞാനൊരു വേറൊരു ഇതിൽ ഇതാക്കിയതാണ്. കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇങ്ങനത്തെ എവിടെ പോയാലും ഞാൻ ചോദിക്കാൻ കഴിക്കേണ്ട സാധനം ഉണ്ടാവും. ഇപ്പം എൻ്റെ ഇത്ര ഉണ്ട്. ഇപ്പം ന്യൂ വന്നിട്ട് ഇപ്പം ഇത്രയും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് വന്നത് 3 എണ്ണമാണ്. 3 എണ്ണയിൽ 4 എണ്ണം വന്നിട്ടുണ്ട്. അതിനായിട്ട് വലിയൊരു കഥ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 4 എണ്ണം വന്നിട്ടുണ്ട്. 3 എണ്ണം. പിന്നെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും എത്ര ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 എണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ ഇങ്ങനത്തത് 5 എണ്ണം. 5 എണ്ണമല്ല ഗൈസ്. 6 7 8 9 എണ്ണം. 4 എണ്ണം 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്. ആ 8 എണ്ണത്തിൽ 3 എണ്ണം പൊട്ടിപ്പോയി. ഇങ്ങനത്തെ അല്ല, അത് വേറെ ഓൺലൈനിൽ വാങ്ങിച്ചാൽ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കണേ. അതിൽ 1 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ 5 എണ്ണം പിന്നെ 6 പിന്നെ സാധനം ഉണ്ട് 7. അപ്പോൾ ഇതിൽ 8ആയി 9ആയി 10ആയി അങ്ങനെ. ഇപ്പം എൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് ഗൈസ്. സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് മാറി ഇടാനുള്ള കുറേ ഉണ്ട് ഗൈസ്. ചിലപ്പോൾ അതിൽ 1 തന്നെ ഇട്ടുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ട് ഫേവറേറ്റ് ആയൊരു കളറാണ് ഈ ബ്ലാക്ക്. ഇതിൻ്റെ മാമയുടെ മോൻ ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു കളർ അല്ല ഈ ഒരു സാധനം. അപ്പോൾ ഇത് എൻ്റെ മാമയുടെ മോൻ വാങ്ങിച്ചിട്ടിട്ടും ഇങ്ങനെ ഇട്ടിട്ട് നടക്കും. എനിക്ക് തരില്ല. നമുക്ക് സ്വഭാവം കിട്ടും. എൻ്റെ കളറൊക്കെ പോയി. ഞാൻ ഇട്ടിട്ട് തന്നെയാണ് കളർ പോയതും. എനിക്ക് ബ്ലാക്ക് വാച്ചും ഈ ഒരു സാധനം ഇട്ടിട്ട് കുറച്ച് കളറൊക്കെ പോയി. കുറച്ചധികം കളർ പോയി. എങ്ങനെ ഇരുന്ന സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചത്. ഞാനിപ്പോൾ പ്രിയങ്കയെന്നാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. മറ്റേ 3 എണ്ണം അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ പുതിയ ന്യൂ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കളർ പോയി എന്നാലും ന്യൂ സാധനം വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 2 3 4 എണ്ണം പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതും കൂടാണ്ട് ഒരു സംഭവം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മാത്രം കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ വേറെ ആൾക്ക് കാണിച്ചിട്ടില്ല. ഓക്കെ എന്താണെന്നല്ലേ ആ ഫോട്ടോയുടെ അവിടെ ഇരിക്കണമെന്താണ് അറിയാം. അവിടെ ഞാൻ കാണിച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ഗൈസ് ഇതാ ഇതേപോലത്തെ ഒരു 5 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ എനിക്ക് വാങ്ങിച്ചു, പറഞ്ഞ എൻ്റെ കാക്കക്ക് വാങ്ങിച്ചു. അങ്ങനെ 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് വേറെ ആരെങ്കിലും എൻ്റെ കസിൻസ് ഇടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മാമയുടെ മോൻ ഇത് ഇടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ ഒരെണ്ണമാണ്. സോ ഓക്കെ. അപ്പോൾ എനിക്ക് അവരൊരു ഗിഫ്റ്റൊന്നും ഞാൻ അങ്ങോട്ടൊരു ഗിഫ്റ്റ് എടുക്കണമല്ലോ. സോ അതുകൊണ്ടാ ഈ ഒരു 5 എണ്ണം വാങ്ങിച്ചു. ഇപ്പോൾ 4 എണ്ണം ഞാൻ എടുത്ത് വെച്ചിരിക്കണം. പുറത്തേക്ക് നാളെ പോയിട്ട് കൊടുക്കണം. അതിൽ ഒരാൾ ഇടും ബാക്കിയുള്ള 2 പേര് ഇടുമെന്ന് എനിക്കറിയില്ല.
ഗൈസ് കണ്ടോ നിങ്ങളിടൂ രണ്ട് ആൾക്കാരെ കാര്യം എനിക്കറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാരെ എൻ്റെ നിന്ന് വാങ്ങിച്ചിടാറൊന്നുമില്ല. പക്ഷെ ഒരാൾ എപ്പോഴും വാങ്ങിച്ചിടും. അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കും. ആർക്കാണുന്നത് ഇതൊക്കെ ഞാൻ നാളെ കാണിച്ചത് ഗൈസ്. അതാണ് കുറച്ചൊരു ബെറ്റർ. നാളെ നമ്മൾ തറവാട്ടിക്കൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഈ നാളെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു ക്യൂട്ടി ബ്രേസ്ലെറ്റാണ് ഗൈസ്. കണ്ടോ ഞാൻ പറഞ്ഞൊരു കഥ പറയാണ്ടത് എനിക്കതാ ഈ ഒരു കഥ തന്നെയാണ് പറയാനുള്ളത്. ഭയങ്കര രസമാണ് കേട്ടത്. നല്ലൊരു കളറായതുകൊണ്ട് എല്ലാവർക്കും കൂടെ മാച്ചായി പോകും. ഓക്കെ. നെക്സ്റ്റ് ഞാൻ മാല കാണിച്ചില്ല. അവർ തന്നൊരു മാല കാണിച്ചിരുന്നു. മോതിരം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് മാല വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ച സംഭവമാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഉണ്ടായിരുന്ന മരമൊക്കെ ലോക്കറ്റ് പോവുകയും ചെയ്തു. ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു മാല എൻ്റെ ഫേവറേറ്റ് മാലയുടെ ലോക്കറ്റ്. അപ്പോൾ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെനിക്കൊരു മാല ഗിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഡ്രസ് രസമല്ലേ. തിരി അങ്ങോട്ട് എന്താണ് തിരിയാത്തത്? ഈ ഒരു മല അപ്പോൾ എനിക്ക് മല വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇത് നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്തപ്പോൾ വാങ്ങിച്ച കുറച്ച് കമ്മൽ. പ്രിയങ്കയ്ക്ക് പോകണം. ഇങ്ങനത്തെ 3 കമ്മൽ അങ്ങനെ കേട്ടോ. ഇവിടെ പിങ്ക് ഇങ്ങനത്തെ 2 എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ കളർ എപ്പോഴും ഞാൻ എൻ്റെ ബ്ലൂവും കാര്യങ്ങളൊക്കെ എടുക്കണേ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ നിർത്തില്ല കേട്ടോ. ഇത് സ്കൂൾ തുറന്നുണ്ടോ. ഓക്കെ. നെക്സ്റ്റ് കുറച്ച് ക്രാബ് കാണിച്ചത് സ്കൂളിലേക്ക് വെക്കാൻ മാത്രമല്ല കേട്ടോ. പ്രിയങ്കയ്ക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ ഉമ്മ അവിടെ എന്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഈ ഒരു സാധനമൊക്കെ എടുത്തു. 2 സെറ്റ് ബണ്ണാണ് കേട്ടോ. ഒരു സെറ്റ് 2 വെച്ചിട്ട് അങ്ങനെ 3 സെറ്റുണ്ട്. പിന്നെ 2 ഇയറും ഇത് 2 ഇത്. എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നി. എനിക്ക് നാസറീസ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു ക്രാബ് വാങ്ങിച്ചു. ഞങ്ങളവിടെ ക്രാബ് എത്ര വാങ്ങിച്ചാലും ഞാൻ പൊട്ടിക്കും. താത്ത പൊട്ടിക്കും. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ക്രാബ് വാങ്ങിച്ചു. ഇത് എനിക്ക് വേണം. ഓക്കെ. പിന്നെ ഈ ഒരു ക്യൂട്ടി ക്രാബ് വാങ്ങിച്ചു ബട്ടർഫ്ലൈയുടെ. അതേപോലെ തന്നെ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വേറെ കളർ. പിന്നെ എന്താ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാനൊരു ക്രാബ് ഇതെനിക്ക് വാങ്ങിച്ചവർ അങ്ങനെ കുറച്ച് ക്രാബ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വാങ്ങിച്ചതൊരു ഓർമ്മയില്ല. പിന്നെ ലിപ്പ് ലൈനറും എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിലുള്ളത് ഡ്രസ്. സോ ഇഷ്ടപ്പെട്ടാലല്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടോ? കുപ്പിയിൽ 5 പ്രാവശ്യം കാണിച്ചാൽ എനിക്ക് സമാധാനമില്ല. പിന്നെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കെങ്കിലും കാടുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുടിക്കാൻ തരില്ല നിങ്ങൾക്ക്. സ്ഥലത്ത് പറഞ്ഞ കേട്ടോ. സത്യം പറഞ്ഞാൽ മറ്റേ വെള്ളം കുപ്പി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തേക്കൊന്നും എടുക്കാറില്ല. പക്ഷേ ഈ ഒരു വെള്ളം കുപ്പി നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. പക്ഷേ ഇത് വേറെ ആരെങ്കിലും ഉണ്ടാവില്ല ഞാൻ പുറത്തേക്കൊന്നും. ഇത് ഇവിടെ വെക്കാനുള്ള ലൈറ്റാണ് കേട്ടോ. ഇവിടെ വെക്കാനും ഓക്കെ. അപ്പോൾ സെറ്റ് ഇവിടെ വെക്കണ ഐറ്റം കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോയിരിക്കാം. നമുക്ക് ഇപ്പോൾ തന്നെ വെക്കണ്ട. മറ്റന്നാൾ സ്കൂൾ എടുക്കണം. നാളെ കൂടി കഴിഞ്ഞാൽ സ്കൂൾ എടുക്കും. പിന്നെ അപ്പോൾ നോക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കിയത്. സോ അപ്പോൾ എല്ലാവർക്കും ബൈ. കട്ടുന്ന അവസ്ഥയും കാണിച്ചത് ഇതൊക്കെ നോക്ക്. എന്താണ് വേറെ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും വ്യത്യാസമുണ്ട്. പക്ഷേ ഈ സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കിയത്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ. നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തോ? എന്തെങ്കിലും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകും.